വിഷയമാണ്. ടിപ്പു സുൽത്താന്റെ ചരിത്രം നിങ്ങൾക്കറിയോ? മംഗലാപുരത്തും കൂർഗിലും അദ്ദേഹം ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ വംശഹത്യകൾ, എത്രയോ ചർച്ചസിനെതിരെ ആക്രമണം, മതപരിവർത്തനങ്ങൾ. വയനാട്ടിലും കേരളത്തിലും അദ്ദേഹം ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു, സ്വർണ്ണ ശേഖരങ്ങൾ കൊള്ളയടിച്ചു, ലക്ഷക്കണക്കിന് ആളുകളെ മതം മാറ്റാൻ ശ്രമിച്ചു. വലിയ യുദ്ധങ്ങൾ വയനാട്ടിൽ നടന്നിട്ടുണ്ട്. അല്ല, ഈ വികസനം ചർച്ച ചെയ്യാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചകൾ പോകുന്നതെന്ന ആക്ഷേപം. അവരാണെന്ന് സാർ, ഞാൻ 20 ദിവസവും വികസനം തന്നെയാണ് ചർച്ച ചെയ്തത്. പക്ഷേ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ LDFന്റെയും UDFന്റെയും വ്യാജ നെറേറ്റീവുകൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു വികസന പ്രശ്നവും ചർച്ച ചെയ്യാൻ ഇവിടെ ഒരു മാധ്യമവും തയ്യാറായില്ല. UDFും LDFും തയ്യാറായില്ല. എൻ്റെ പ്രസംഗത്തിൽ എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഒരു ഭാഗം മാത്രം എടുത്ത് അത് മാത്രം ചർച്ചാ വിഷയം. എന്താ ഇപ്പം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാത്തത്? LDFും UDFും പിന്മാറിയല്ലോ ആ വിഷയത്തിലെ വസ്തുത പുറത്തു വന്നാൽ LDFിനും UDFിനും തിരിച്ചടിയാവും. ടൂറിസം ഗൈഡുകളിൽ പോലും നമ്മുടെ ഗസറ്റുകളിൽ പോലും ഗണപതി വട്ടം എന്നുള്ളതാണ് പേര്. വയനാട്ടുകാർക്ക് ഇതൊരു പുത്തരിയൊന്നുമല്ല. നിങ്ങൾ പുറത്ത് എന്ത് പ്രചരിപ്പിച്ചാലും വയനാട്ടുകാർക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിന്മാറിയത്. നിങ്ങൾ പറഞ്ഞ ന്യൂസ് 18 എന്നല്ല ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങളും ഇടതുപക്ഷവും കോൺഗ്രസും. ഈ ഇവിടേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് കൽപ്പറ്റ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താങ്കളുടെ ഫ്ലെക്സ് ബോർഡുകളിൽ താങ്കൾക്കൊപ്പം മോദിക്കും ഒപ്പം ഈ